കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ വിജയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. തോൽക്കാനുള്ള കുറേ സാധ്യതകൾ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് വചനം വിജയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വിജയത്തിൻ്റെ ചുവട്ടുപടി, ആദ്യത്തെ പടി തന്നെ വിശ്വാസമാണ്. ബൈബിൾ അവസാനിക്കുമ്പോഴും വിജയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം ആത്മാവ് സഭകളോട് പറയുന്നത്. വെളിപാട് 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. വിജയം വരിക്കുന്നവന് എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പർദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കുവാൻ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും അതേ അധ്യായത്തിൽ തന്നെ 2:17 വെളിപാടിന്റെ പുസ്തകം 2:17 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും. വെളിപാടിൻ്റെ പുസ്തകം 2:17 വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും. അവനൊരു വെള്ളക്കല്ല് കൊടുക്കും, അതിൽ ഒരു പുതിയ നാമം കുത്തിയിരിക്കും. അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുന്നില്ല. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേലിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേലിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേലിക്കിമ്പനാമം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിജയം, വിശ്വാസ വിജയമാണ് നമ്മുടെ ധ്യാന വിഷയം. ഈശോ വിജയം വരിച്ചു. എങ്ങനെയാണ് ഈശോ വിജയം വരിച്ചത്? അതാണ് നമ്മൾക്കും വിജയം വരിക്കാനുള്ള മാതൃക എന്ന് പറയുന്നത്. ഈശോ എങ്ങനെയാണ് വിജയം വരിച്ചത്? അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. അതാ തൻ്റെ സമാനത സ്റ്റാൻഡേർഡ് അത് അവൻ അവഗണിച്ചു. വിജയത്തിൻ്റെ വഴികളാണതെല്ലാം. യേശു വിജയത്തിൻ്റെ വഴികളാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായവും 6-7 വചനങ്ങൾ. ഫിലിപ്പിയ 2:6-7 വചനങ്ങൾ. അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ, ഏറ്റു പറഞ്ഞേ, ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അതിനാൽ അവന്റെ നാമം കേൾക്കുന്ന മാത്രയില് താഴെ പാതാളത്തിലും ഭൂസ്വർഗങ്ങളിലുമുള്ള എല്ലാ ജീവജാലങ്ങളും മുഴങ്കാൽ മടക്കേണ്ടിയിരിക്കുന്നു. ശ്രുതികടെ ശ്രുതികടെ ഹല്ലേലൂയ. എല്ലാ നാമത്തിനും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻ മല്ലഭക്തമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻ വല്ലഭക്തമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേരിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേരിക്കുംബനാമം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവം കൊടുക്കുന്നതും ഈ വിജയത്തിൻ്റെ നാമമാണ്. അതാണ് വെളിപാട് പറയണത് 2:17. ഞാൻ അവനൊരു നാമം കൊടുക്കുമെന്ന്. വിജയത്തിൻ്റെ നാമമാണ്. പരാജയം സമ്മതിക്കാത്ത നാമം. ഒന്നിൻ്റെ മുന്നിലും കുഞ്ഞിപ്പോകാത്ത ഒരു നാമമാണ് വിജയത്തിൻ്റെ നാമം, യേശുവിൻ്റെ നാമം. പത്രോസ് ഭയങ്കര പട്ടിണി കിടന്നൊരു കാലമുണ്ടായിരുന്നു പത്രോസിൻ്റെ ജീവിതത്തിലെ. പത്രോസ് എല്ലാവരും ഇട്ടിട്ടും പോയി, കർത്താവും മരിച്ചു, യുദാസിൻ്റെ ആത്മഹത്യയോടുകൂടി സഭയ്ക്ക് ചീത്തപ്പേരുമായി, ആകപ്പാടെ നാശകോടാലിയായിരുന്നൊരു കാലം. അപ്പോഴേ അങ്ങനെ ഒരു കാലത്ത് പത്രോസ് വിശ്വാസ വിജയം വരിച്ച ഒരാളായിരുന്നു. കാരണം നമ്മൾ നടപടി പുസ്തകം 3:6 അവൻ 9-ാം മണിക്കൂറിൽ അവൻ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്നൊരു ഭാഗമുണ്ട്. 6-ാം മണിക്കൂറിലും പ്രാർത്ഥിച്ചിട്ടുണ്ട് പത്രോസ്. കാര്യം തകർന്ന് വള്ളം, 2 വള്ളം ഉണ്ടായിരുന്നു, അത് പോയി. അത് ഈശോനെ പ്രതി ഉപേക്ഷിച്ചതാണ് ശരിക്കും. പിന്നെ സ്വന്തമായിട്ട് ഇട്ടുകൂട്ടും പണവും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അപ്പോഴേ പിന്നീട് ആശ്രയം വെച്ചത് ഈശോയായിരുന്നു. ഈശോയും ഇപ്പോഴത്തെ ഈശോയുടെ കൂടെ ജീവിക്കുന്ന കാലത്ത് ഈശോയുടെ എല്ലാ കാലാവസ്ഥകളും നമ്മൾ
ഒന്ന് പ്രീസപ്പോസ് ചെയ്യണം. എപ്പോഴും ഒരേ കാലാവസ്ഥ ആയിരിക്കത്തില്ല ഈശോയുടെ കൂടെ ജീവിക്കുമ്പോൾ. ചില സമയത്ത് പട്ടിണി കാലം വരും, ചില സമയത്ത് ഉയർപ്പിൻ്റെ കാലം വരും, ചില സമയത്ത് നാട്ടുകാർ നമ്മളെ കൈകാര്യം ചെയ്യുന്ന കാലം വരും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എപ്പോഴും ഒരു കാലമായിരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. വ്യത്യസ്തങ്ങളായ കാലങ്ങളുണ്ടാകും. ഇപ്പോൾ ഈ പത്രോസിന് 3:6 എന്നാ കാലമാണ്? പട്ടിണിക്കാലവും, പണമില്ല, സമ്പത്തില്ല, ജോലിയില്ല, കൂടെ ഉള്ളവരൊന്നും ഇല്ല. കൂടെ ഉള്ളവർ പ്രാർത്ഥിക്കുന്നവരാണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഒരു സ്പിരിച്വൽ സപ്പോർട്ട് പോലും കിട്ടണില്ല. പത്രോസ് ഒറ്റയ്ക്കാണ് പള്ളിയിൽ വരണത്. യോഹന്നാൻ കൂടെ ഉണ്ട്, ദാറ്റ്സ് ഓക്കെ. ബാക്കി 10 പേരെന്ത് ചെയ്യും? അവർക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലേ? വി ഡോണ്ട് നോ വെദർ ദേ പെയറിങ് ഓർ നോട്ട്. അതാണ് അവസ്ഥ. സഭ തന്നെ ഒരു ആധ്യാത്മിക ശൈഥില്യം പിടിച്ചൊരു കാലമാണത്. ഇവർ ശരിക്കും ഐക്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ 10 ഇപ്പോൾ യുദാസ് പോയെന്ന് വിചാരിക്കുക, മത്തിയാസ് ഉൾപ്പെടെ 12 പേര് ഒരുമിച്ച് ദേവാലയത്തിൽ വരേണ്ടതല്ലേ? അവർക്കും പ്രാർത്ഥനയും കാരണ നമസ്കാരമൊക്കെ ഉള്ളതല്ലേ? പക്ഷേ ദേ ആർ നോട്ട് കമ്മിങ്. ഈ 2 മനുഷ്യർ ഒറ്റക്ക് ഇങ്ങനെ ദേവാലയത്തിലോട്ട് വരികയാണ്. വരേണ്ട സമയത്ത് ഈ ഒരു മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് കൈ നീട്ടുന്നുണ്ട്. അപ്പോൾ പത്രോസ് അവനേക്കാൾ ഗതികെട്ട ജീവിതമാണ് ഇപ്പം ജീവിക്കുന്നത്. പത്രോസ് അത് തുറന്ന് പറഞ്ഞതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. സ്വയം എളിമപ്പെടുന്നൊരു മനുഷ്യനാണ് അയാൾ. ആ മുടന്തിന് മുമ്പിൽ പറയും, എൻ്റെ അവസ്ഥ നിന്നേക്കാൾ കഷ്ടമാണ്. വേണമെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോകാം, നമുക്ക് പൈസ ഇല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോകാം. പക്ഷേ ഹീസ് അറ്റൻഡിങ് ദാറ്റ് കേസ്. വേണമെങ്കിൽ ദേവാലയത്തിൻ്റെ വാതിൽ എന്തുമാത്രം ധർമ്മക്കാരിരിക്കുന്നതാണ്. പത്രോസിന് മൈൻഡ് ചെയ്യാതെ പോകാം, ആരും ഒന്നും പിടിച്ചു കെട്ടത്തില്ല. നോ, അയാളൊരു പാവപ്പെട്ട എളിയ മനുഷ്യനാണെങ്കിലും അയാളോട് സംസാരിക്കുന്നുണ്ട് പത്രോസ്. ആ കേസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് തൻ്റെ അവസ്ഥ പറയും. നിന്നെപ്പോലെയാണ് ഞാനും, എൻ്റെ കയ്യിലുമില്ല ഒന്നും, എൻ്റെ കാലം അതാണ്. ഒത്തിരി ഉണ്ടായിരുന്നതാണ്. 2 വള്ളവും വലയും അടിശ്ശേരി കാശും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ കാലം ഇങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അതിന് തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഇതാണ് വിജയം എന്ന് പറയണത്, വിശ്വാസത്തിൻ്റെ വിജയം എന്ന് പറയണത്. കാലം ചേഞ്ച് ചെയ്തു, അതിൻ്റെ പേരിൽ കീഴടങ്ങാൻ തയ്യാറല്ലാത്തൊരു വിശ്വാസി. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തകർന്ന് തരിപ്പണമായി 0- ആയാലും ജീവിത പ്രാരാബ്ധങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രാതികൂല്യങ്ങളുടെയും മുമ്പിൽ തോറ്റുകൊടുക്കാനും കീഴടങ്ങാനും തയ്യാറാകാത്ത ഒരു മനുഷ്യൻ, അതാണ് വിശ്വാസി. അതാണ് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം. അതാണ് 1 യോഹന്നാൻ 5:4 നമ്മൾ പറഞ്ഞത്. ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം. ഒന്നേറ്റ് പറഞ്ഞേ, ലോകത്തിന്റെ മേലുള്ള നമ്മുടെ വിജയം. അതാണ് നമ്മുടെ വിശ്വാസം. അതാണ് നമ്മുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അതാണ് പത്രോസിൻ്റെ വിശ്വാസം. അതാണ് വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന, അജ്ഞാതമായ മന്ന നൽകും, ഞാൻ അവന് ഒരു നാമം നൽകുമെന്ന്. ദ നെയിം ഓഫ് ജീസസ്. അവന് കൊടുത്ത നാമം എന്താ? വിജയം വരിച്ച ആ വിശ്വാസത്തിൽ തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ മേൽ വിജയം വരിച്ചു. തൻ്റെ കൂട്ടുകാർ തന്നെ കൂടെ ഇല്ലാതെ, സപ്പോർട്ടില്ലാതെ വന്നപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോലും കൂടെ വരാൻ സഭയില്ലാഞ്ഞൊരു കാലമുണ്ടായിരുന്നു.
അപ്പോഴും അതിൻ്റെ മേലും അവൻ വിജയം വരിക്കുകയാണ്. ഒരു എളിയ മനുഷ്യനോട് അവൻ സംസാരിക്കാൻ തയ്യാറാകുന്നു. ഇത്രയും തകർച്ച ബാധിച്ച കാലഘട്ടങ്ങളിൽ തൻ്റെ വിദ്യയാണെന്നോർത്ത് സ്വയം ശപിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോകാൻ തയ്യാറാകാതെ ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ അംശങ്ങളോടുകൂടി അവനതിനെ സമീപിക്കാൻ തയ്യാറാകണം എന്ന് അവനോട് സംസാരിച്ച് പത്രോസ്. ഞാനും നിന്നെപ്പോലെയാണ്, എൻ്റെ കയ്യിലും ഇല്ല പൊന്നുമില്ല, എനിക്ക് റോമാൻ നാണയവും ഇല്ല, എൻ്റെ കയ്യിൽ വെള്ളിയില്ല, ഇസ്രയേലിൻ്റെ നാണയവും എൻ്റെ കയ്യിലില്ല, നാണയമില്ല എൻ്റെ കയ്യിൽ, കാൽക്കാശിന് വകയില്ലാണ്ടാണ് ഞാനും നടക്കണത്. പക്ഷേ ഐ ആം പ്രേയിങ്. ഞാനും നീ തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണ്? നീ ഇപ്പോൾ ഇവിടെ നിന്ന് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് ദേവാലയത്തിനകത്ത് കയറാതെ, പക്ഷേ ഞാനീ വരും കൈയോടെ ദേവാലയത്തിനകത്ത് കയറുന്നു. എന്താണ്? അത് വിജയം വരിച്ചവൻ്റെ ലക്ഷണമാണ്. ഏത് തകർച്ചയിലും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള സമയത്തെ മറന്നു പോകാതെ ആവേശത്തോടുകൂടി കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകുന്നതാണ് വിജയം വരിച്ചവൻ്റെ ഒരു ലക്ഷണം. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് ഈ മനുഷ്യൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇത്രയും പറഞ്ഞ ശേഷം പറയും, ബട്ട് വെയിറ്റ്, ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ട്, ദറ്റ് ഐ വിൽ ഗിവ് യു, അത് ഞാൻ നിനക്ക് തരാം. എന്താണ്? പൊന്നില്ല വെള്ളിയില്ല, പക്ഷെ അതുകൊണ്ട് ഒന്നും ഒരു മനുഷ്യൻ പരാജയപ്പെടത്തില്ല. എന്നെ വിജയിപ്പിക്കുന്ന ഒരു നാമം എൻ്റെ കയ്യിലുണ്ട്. സ്റ്റാൻഡ് അപ്പ് ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പറയും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് വെളിപാട് 2:17 പറഞ്ഞത്, വിജയം വരിക്കുന്നവന് ഞാനൊരു നാമം നൽകുമെന്ന്. ഏത് തകർച്ചയിലും, സാമ്പത്തിക തകർച്ചയാകാം, രോഗപീഠയാകാം, നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് നടക്കാൻ പറ്റാത്തതിനുണ്ടാകുന്ന തകർച്ചയാകാം, മറ്റു മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകാം. പക്ഷേ അതൊന്നും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു, ഹി ഹാസ് നത്തിങ് ടു ഡു വിത്ത് മീ. അതാണ് ഗുരു പറഞ്ഞത്. ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അവന് എൻ്റെ മേൽ കാര്യമില്ല. എന്താ കാര്യം? അവൻ വിജയിച്ചവനാണ്. ലോകത്തിൻ്റെ ഏത് പൈശാചിക നടപടികളുടെ മേലും വിജയം വരിച്ചവനാണ് നമ്മളുടെ മാതൃക. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. സ്വയം ഭോജ്യമായി നൽകിയ സ്നേഹിതരോട് നിത്യം വസിച്ചിടുവാൻ. സ്വയം ഭോജ്യമായി നൽകിയ സ്നേഹിതരോട് നിത്യം വസിച്ചിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഞാൻ എറണാകുളത്ത് മുളന്തുരുത്തിയിൽ നിന്നും വരുന്നു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ 2019 നവംബർ 20 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ മോൻ്റെ വിസയുടെ കാര്യത്തിന് വേണ്ടിയായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞത്.
അവൻ്റെ വിസ ആദ്യം അപ്ലൈ ചെയ്തിട്ട് റിന്യൂ ആയില്ല. എൻ്റെ മരുമകൾ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മേ വിസ റിന്യൂ ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു, നീ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അവൾ പ്രെയർ റിക്വസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം തന്നെ കമ്പനി അവരുടെ വിസ റിക്വസ്റ്റ് ഇട്ടെങ്കിലും മോള് പറഞ്ഞു 6 മാസം കഴിയാതെ ഒന്നും അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഡിസംബർ 31 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 6 മാസം കഴിയാതെ അറിയില്ല എന്ന് പറഞ്ഞ കാര്യം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മോൻ്റെ വിസ റിന്യൂ ആയി. അത് മാതാവിൻ്റെ ഈശോയുടെ അത്ഭുതം കൊണ്ട് മാത്രം സംഭവിച്ചാന്ന് വിശ്വസിക്കുന്നു. ആ ഡിസംബർ 31 തന്നെ വിസ റിന്യൂ ആയി വന്നു. നമ്മുടെ ഡിസംബർ 31 അവിടെ അമേരിക്കയിൽ 30 ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇന്ന് 31 ആണല്ലോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വെളുപ്പിന് 5 മണിക്ക് എൻ്റെ മോൻ വിളിച്ച് പറഞ്ഞു, അമ്മേ വിസ റിന്യൂ ആയി എന്ന്. ഇത് ഞാൻ എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗമായിരുന്നു. പിന്നെ നിയോഗത്തിൽ വയ്ക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. ഞാനൊരു 5 വർഷമായിട്ട് ബൈബിൾ കൈകൊണ്ട് തൊടില്ലായിരുന്നു. അതുപോലെ സന്ധ്യാപ്രാർത്ഥനയൊക്കെ എനിക്കൊരു വഴിപാട് പോലെയായിരുന്നു. ഇപ്പോൾ ഞാൻ എന്നും ബൈബിൾ വായിക്കും, പ്രാർത്ഥനയും ചൊല്ലും. അതുപോലെ എൻ്റെ കാലിൻ്റെ തുട മുഴുവൻ വേരിക്കോസ് വെയിൻ ഇങ്ങനെ തടിച്ച് കിടക്കുമായിരുന്നു. ഞാൻ ഇവിടുത്തെ ഉടമ്പടത്തൈലം കൊണ്ടുപോയി വിശ്വാസപ്രമാണം ചൊല്ലി പുരട്ടി. അതെല്ലാം ആരോ കരിച്ച് കളഞ്ഞ പോലെ ചുങ്ങിപ്പോയി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ആസ്മ രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, എക്സെല്ലി രോഗികൾ, അപസ്മാര രോഗികൾ, മാനസിക രോഗികൾ, മനസ്സംബന്ധമായി ഡിപ്രഷൻ ഇരിക്കുന്നവർ, ഒന്നും ചെയ്യാൻ പറ്റാത്തവർ, ഒന്നിലും ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്തവർ മക്കൾക്ക് വേണ്ടി, ശക്തിക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മാനസിക രോഗികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ. ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ഈശോ ഉള്ളംകാലം ഉച്ച വരെ കർത്താവെ, ദഹന്തുകൾ തൊട്ട് ശിഖ വരെ കർത്താവെ നിൻ്റെ വിശുദ്ധമായ രക്തം കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗങ്ങൾ, മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശു ക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ചൊരിപ്പിക്കണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ചൊരിപ്പിക്കണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, തകർന്ന കുടുംബങ്ങളെയാണ് ഈശോ കാണിച്ചു തരുന്നത്. അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇനി ഒരിക്കലും ഇവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് മക്കളെ ഓർത്തിട്ടാണ് ജീവിക്കണത്. ഇനിയിപ്പോൾ അതും അടുത്തെന്ന് പറഞ്ഞുകൊണ്ട് മാനസികമായിട്ട് അകന്നുപോയ കുടുംബങ്ങളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഈ ആരാധന അതിമനോഹരമായ നിമിഷമാണ്. കർത്താവ് നിങ്ങളുടെ വേദന കാണുന്നു, നിങ്ങളുടെ കുടുംബം തകരുന്നത് കാണുന്നു. ഇപ്പോഴേ കർത്താവെ അങ്ങ് കാണിച്ചു തരുന്ന കുടുംബങ്ങൾ, തകർന്ന കുടുംബങ്ങൾ, അകന്നുപോയ കുടുംബങ്ങൾ, മക്കൾ തെറ്റായ ബന്ധത്തിൽ അകപ്പെട്ടു പോയവർ, കേസിൽ, വഴക്കിൽ, അതിർത്തി തർക്കങ്ങളിൽ എല്ലാം അകപ്പെട്ടു പോയവർ, കർത്താവെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു കാരണവുമില്ലാത്ത രീതിയിൽ ജീവിതം നിരർത്ഥകമായി പോയ മാതാപിതാക്കന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ അങ്ങയുടെ വിശുദ്ധമായ വരത്തുകാരം ആ കുടുംബങ്ങളെ തളിക്കണമേ, സ്മരിച്ചിക്കണമേ. ഈശോ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴേ ആ കുടുംബത്തിന് സമാധാനം ആശംസിക്കണം. നല്ല കർത്താവ്, നിന്റെ നാമത്തെ കർത്താവ് ആ കുടുംബത്തിന് അത്തറയുന്ന കർത്താവ്, അങ്ങനെ അഭിഷേകത്തിന് അടിയൻ കർത്താവ് സമാധാനം ആശംസിക്കുന്ന യേശു ക്രിസ്തു നാമത്തിൽ സമാധാനം ആശംസിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവിന് കൃപ നിറയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ
നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഭയങ്കര സംഘർഷത്തിലൂടെ പോവുകയാണ്. കാരണം ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് പലർക്കും മൊബൈലില്ല, പലർക്കും ടി വി ഇല്ല. അപ്പോഴേ കുഞ്ഞുങ്ങൾ തന്നെ വിദ്യാഭ്യാസത്തിൽ ഭയങ്കര ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു സമയമാണ്. പരീക്ഷ എഴുതിയതിന് ശേഷവും ഇപ്പോഴേ വീണ്ടും റീടെസ്റ്റ് വന്നിരിക്കുന്നു. കൊറോണ വ്യാപകമായി പോകുമ്പോഴും നമ്മൾ ഒരു വലിയ വിഷമസന്ധിയിൽ പൊതുജീവിതം സ്തംഭിക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള എല്ലാ ഇരുട്ടിൻ്റെ എന്ത് ചെയ്യണമെന്ന് ജീവിതത്തിൽ നമ്മൾ തപ്പിത്തടയുന്ന ഒരു കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് കൊറോണയും അതിനോട് ബന്ധപ്പെട്ടുള്ള സാമൂഹ്യ ജീവിത തകർച്ചകളും യേശു ക്രിസ്തു നാമത്തിൽ നിർവീര്യമാകട്ടെ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രക്തക്കോട്ട 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 ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട 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 ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിൻ്റെ രക്തം മോചനമേകും. യേശുവിൻ്റെ രക്തം 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 യേശുവിൻ്റെ രക്തം മോചനമേകും. യേശുവിൻ്റെ രക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മൗന പ്രാർത്ഥനയുടെ സമയമാണ്. അവസാന ആശീർവാദം, സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ